ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ദാസ്പാട അകത്തായിട്ടാണ്. നമ്മളന്ന് വന്ന് ഇവിടെ വന്ന് 2-3 ഇതെടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ. ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റി വരണ്ട് നിൽക്കുകയാണ്. അന്ന് നമ്മൾ വരുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം നിറയെ മീനുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ, വെള്ളമെല്ലാം പറ്റി. ഈ വെള്ളം വന്നാലേ ഇതിനകത്ത് ഇനി മീനെ ഇടുകയുള്ളൂ. മൊത്തം ആ സ്ഥലത്ത് എല്ലാം വെള്ളം പറ്റിയിരിക്കുകയാണ്. ഇതാ, ഞങ്ങൾ നേരത്തെ വന്ന് നമ്മളിവിടെ വന്ന് കുറേ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ നമ്മുടെ പുത്രനും ഉണ്ട്. ഇതേ ആദിനാഥ്. ഞാൻ പുറത്തോട്ട് പോകാൻ നേരം അവനും എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഓർത്തെന്നാൽ ശരി, അവനും കൂടെ കൊണ്ടുപോകാം. അവന് സ്കൂൾ അവധിയാണ്, അപ്പോൾ അവനും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ വന്നതാണ്. ഇനി അകത്തോട്ട് പോയി കാണിക്കാം. ഇപ്പം ഈ സൈഡിലെല്ലാം ആൾക്കാർ നിറയെ കാണാം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ. അന്ന് വരുമ്പോൾ ഇവിടെ മൊത്തം വെള്ളമായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അവിടെ നമുക്ക് അവിടെ കുറേ പിള്ളേർ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. പിള്ളേരിവിടെ ഭയങ്കര കളികളാണ്. സൈക്കിളൊക്കെ മറിച്ചിട്ട് ഇവിടെ പിന്നെയും കുഴിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മണ്ണെടുത്തിട്ടായിരിക്കും ഈ വഴി ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. ഇതിക്കേക്ക് കൽപ്പറച്ചു और कौन चाष हो बड़े हो गए ना? ठीक है, चलो. പിള്ളേരെല്ലാം ഭയങ്കര ചിരിയാ നമ്മളെ നോക്കിയിട്ട്. വീഡിയോ പിടിക്കുന്നതിൻ്റെ ഒരു ഇതായിരിക്കും. പിള്ളേർ പറഞ്ഞത് ഇപ്പം മീൻ പിടിച്ചു കഴിഞ്ഞു. ഇപ്പം ഈ ഉണക്കിന് വെള്ളം പറ്റി. ഇനിയിപ്പം മഴയൊക്കെ പെയ്ത് വെള്ളം ആയിക്കഴിഞ്ഞാൽ 4-5 മാസം 5-6 മാസം കഴിഞ്ഞാൽ മീനൊക്കെ ഇടുകയുള്ളെന്നാണ് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ, കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഒത്തിരി റീല് പിടിക്കുന്ന കാണാം. കാറ്റാണ്, നല്ല കാറ്റടിക്കുന്നുണ്ട്. കണ്ടോ, കാറ്റ് കാരണം സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റുകയില്ല. ആദ്യമോനാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലിരുന്ന് ക്യാമറ പിടിച്ചിരിക്കുകയാണ്. ഞാൻ വണ്ടി ഓടിക്കുകയാണ്. അന്ന് നമ്മൾ വന്ന ഏറുമാടം കണ്ടോ അവിടെ ദൂരെ? നമ്മളതിൻ്റെ അവിടെ കയറിയിരുന്ന് അന്ന് ഫുഡൊക്കെ കഴിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ ഇവിടെ എല്ലാം മൂടി കാട് പോലെ പൊതിച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം വെട്ടി തെളിച്ചിട്ടുണ്ട്. വണ്ടിയെല്ലാം നല്ല സ്പീഡിലാണ് പോകുന്നത്.
ഒരു സന്ധ്യ ആകാറായതുകൊണ്ടാണ് കിളികളുടെ ഈ മരത്തിനടിയിൽ വരുമ്പം കിളികളുടെ ശബ്ദം കേൾക്കാം. ഇവിടെ എല്ലാം കിളികളെല്ലാം കൂട്ടിക്കേറി. ഈ രണ്ട് സൈഡിലും മീൻ കൃഷിയാണ്. മീനുണ്ടാവും, ചെമ്മീനുണ്ടാവും, പല മീനുകളും ഉണ്ടാവും. അതിൽ കൂടുതലും കട്ടള, റൂഹി, ചെമ്മീന് അങ്ങനെയൊക്കെയായിരിക്കും കൂടുതലും. ഇവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്. മീനെ കാണും. दादा माछ किती पाहिजे आहे नाही. ചൂണ്ട ഇടുവന്നെ. ചൂണ്ട താഴെ വെച്ചിട്ടുണ്ട്. ഇവിടൊക്കെ വെള്ളമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വളർത്തുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കണ്ടോ ഒരു ചെറിയ ഏറുമാടം നിൽപ്പുണ്ട്. ഈ മത്സ്യ കൃഷിക്ക് വരുന്നവര് താമസിക്കുന്ന ഇടമാണ്. ഇതെല്ലാം ചുറ്റും അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ഇതെല്ലാം തുറന്ന് കിടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അകം. ഇവിടെ നല്ലൊരു പന നിൽക്കുന്ന കാണാം. എവിടെ നോക്കിയാലും മീൻകുളം. ഞാൻ ആ ഭാഗത്ത് മീൻകുളമാണ്. കണ്ടോ? അവിടെ JCB കൊണ്ട് നിർത്തിയിട്ടുണ്ട്. JCB ഈ കനാലിലെ മണ്ണ് എടുക്കാൻ കൊണ്ട് നിർത്തുകയായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മണ്ണ് എടുക്കുന്നുണ്ടായിരുന്നു ഈ കനാലിൽ നിന്ന്. ഇപ്പം മിക്കവാറും മണ്ണ് ഒരു ചെറിയൊരു വഴിയാണ്. അവിടെ അകത്തായിട്ട് 2 വീട് കാണാം. അത് ഈ മീൻ വളർത്തുന്നവരുടെ വീടാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ ഒരു പന, കള്ള് പനയാണ്. ഇത് കള്ള് ചെത്തുന്ന പനയാണ്. ഇത് വേറൊരു പന പോലെ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് എണ്ണപ്പനയാണ്. എണ്ണ എടുക്കുന്ന പനയാണോന്ന് അറിയില്ല. ഇത് വേറൊരു പന. പലതരം പനകളുണ്ട് ഇവിടെ. ഇത് ഈന്തപ്പന. ഇതൊരു കനാലാണ് സൈഡില്. അങ്ങോട്ട് പോകുന്നില്ല. അവിടെ വീട് ആണ്. സന്ധ്യയായി. അതുകൊണ്ട് ഇവിടെ ഒരു പ്ലാവുണ്ട്. നല്ലൊരു കുറേ ചക്കയുണ്ട്. പ്ലാവ് ചക്ക കുറേയുണ്ട്.
പിന്നെ ഒരു തെങ്ങുണ്ട്, മുരിങ്ങ, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. ഇത് ഒരു പ്ലാവാണ്. നിറയെ നിറയെ ചക്കയുണ്ട് ഇവിടെ. ഇവിടെ ചക്കയ്ക്കൊക്കെ നല്ല വിലയാണ്. സന്ധ്യ സമയമായിരിക്കുന്നു. തിരിച്ചു പോകാം. ഇവിടെയും വെള്ളം പറ്റി വരുവാണ്. ഇതുകൊണ്ടോ അവിടെ ദൂരെ ഒരു വെള്ളം കാണാം. ഇതും പറ്റിയൊരു വെള്ളം. സന്ധ്യാസമയമായി, നമുക്ക് തിരിച്ചു പോകാൻ നമ്മുടെ സമയമായി. ആദിനാഥ് അവിടെ നമ്മുടെ വണ്ടിയുടെ അരികിൽ നിൽപ്പുണ്ട്. നമുക്കിനിയും വീട്ടിലോട്ട് പോകാം. അവനെന്നെ മടുത്ത് ഇനിയും എൻ്റെ കൂടെ ഇനിയും മേലിൽ വരികയില്ല. വീട്ടിൽ പോകാം എന്ന് പറയാൻ തുടങ്ങി. പോയേക്കാം. വീട്ടിൽ പോയേക്കാം. വീട്ടിൽ പോയേക്കാം. പോണ്ടേ? हाँ, तुम्हें बोलना बाड़ी जाबो। ओके, चलो होगा। നല്ലൊരു ആൽമരം.